मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്റെ ഭായ് പിക്നിക് വരുന്നത് എന്തായാലും നല്ലൊരു സംഭവം തന്നെയാ. എല്ലാ മാസവും ഇതുപോലെ തന്നെ പിക്നിക്കിന് വരണം. സംശയമുണ്ടോ? ഒരു സംശയമില്ല. എന്താണ് പ്രോബ്ലം? എനിക്ക് സിറ്റി വരെ ഒന്ന് പോകണം. ഒരു ലിഫ്റ്റ് തരാമോ? സ്നേഹത്തോടെ സ്നേഹത്തോടെ. സ്നേഹത്തോടെ എന്തിനാ? ഞങ്ങൾ അല്ലെങ്കിലും ലിഫ്റ്റ് തരുന്നതായിരിക്കും, അല്ലേ കൊച്ചാളിയ? ഒരു മിനിറ്റ്, നിങ്ങൾ ഈ കാട്ടില് ഹൈവേയിൽ എന്ത് ചെയ്യാണ്? ഇതെടുക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ ലോക്കറ്റിന്റെ മായാജാലം. ഇത് വെച്ച് എല്ലാവരും ഞാൻ എന്റെ അടിമയാക്കി മാറ്റും. നിങ്ങളുടേതായിട്ട് ഒന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. എല്ലാവരെയും ഞാൻ എന്റെ വശത്താക്കിയിരിക്കും. സ്നേഹത്തോടെ സ്നേഹത്തോടെ. എല്ലാം കൊള്ളടിക്കൂ. ഈഷ്, രാവിലെ ചൂടുള്ള ചായ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം സുഖമായിരിക്കും. നിൽക്ക്, ഇത്ര വേഗത്തിൽ അടുത്തേക്ക് വരരുത്. നിൽക്ക് നിൽക്ക്. ഈഷ്, ഞാൻ എടുക്കാം. ഹലോ ഈഷ്. ഈഷ്, എല്ലാം പോയി. വേണ്ട സാർ, വേണ്ട സാർ. ഈഷ്, ഇത് അറ്റംപ്റ്റ് ടു മർഡർ ആണ്. അമ്പലത്തിൽ പോയി ദൈവത്തെ തൊഴുതു. ഇൻസ്പെക്ടർ പാണ്ഡേന്റെ കംപ്ലൈന്റ് എഴുതൂ. അടികൈ. ആദ്യം ഞങ്ങളാ വന്നത്. ആദ്യം ഞങ്ങളുടെ കംപ്ലൈന്റ് എഴുതേണ്ടത്. അതെ, ഇന്ന് രാവിലെ ഞങ്ങളുടെ സാധനങ്ങൾ ചിലർ കൊള്ളയടിച്ചു. എടാ, ഇന്നലെ രാത്രി എന്റെ ചില സാധനങ്ങളും കൊള്ളയടിച്ചു. എന്റെ കാറും അവര് കൊണ്ടുപോയി. എന്റെ ഭായ്, നിങ്ങളുടെ ചെറിയ കാറല്ലേ? എന്റെ SUV ആണ്. കാറിന്റെ വലിപ്പം നോക്കി മതി കംപ്ലൈന്റ്. പ്രളയജലത്തിൽ വീടുകളെല്ലാം മുങ്ങി താണു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനപ്പെടുത്തുകയാണ്. അടികൈ. ഈഷ്, എന്താ സംഭവിച്ചത്? ഒരുപാട് ആഹാരം കഴിച്ചപ്പോൾ മെലിഞ്ഞവൻ പോലും തടിച്ചു. ഹൈവേയിൽ വെച്ചൊരു പെൺകുട്ടി എന്റെ എല്ലാം കൊള്ളയടിച്ചു. അടികൈ. ഈഷ്, ഹൈവേയിൽ വെച്ചൊരു പെൺകുട്ടി എല്ലാം കൊള്ളയടിച്ചെന്നു. ഹൈവേയിൽ വെച്ചൊരു പെൺകുട്ടി എന്റെ എല്ലാം കൊള്ളയടിച്ചു. എനിക്ക് റിപ്പോർട്ട് നൽകണം. ഇങ്ങോട്ട് വന്നേ. റിപ്പോർട്ട് കൊടുക്കേണ്ടത് അങ്ങാണ്. അങ്ങ് ഇങ്ങോട്ട് വരൂ. അതും ശരി തന്നെയാ. ഇവിടെ എന്താടാ ഗുസ്തി മത്സരമാണോ നടക്കുന്നത്? എല്ലാവരും എന്താ എന്റെ പുറത്തേക്ക് വന്ന് വീഴുന്നത്? ഞാൻ കൊള്ളയടിക്കപ്പെട്ടു, കബളിപ്പിക്കപ്പെട്ടു. എന്റെതെല്ലാം പോയി. എത്രമാത്രം പോയെന്ന് വെച്ചാൽ ഭിക്ഷക്കാരൻ പോലെ എന്നെ നോക്കിയിട്ട് ഭിക്ഷക്കാരൻ പറയാ. എന്താ മനസ്സിലായോ? ഇല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെ തനിക്ക് മനസ്സിലാവുക? ഒന്ന് മനസ്സിലാക്കൂ. ഹൈവേയിൽ വെച്ച ഒരു പെൺകുട്ടി എന്റെ കാർ, ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട 10 ലക്ഷം രൂപ, ചെയിൻ അവസാനമായി തന്ന അമ്മ എല്ലാം കൊണ്ടുപോയി. ചെയിൻ അവസാനമായി തന്ന അമ്മയല്ല, അവസാനമായി അമ്മ തന്ന ചെയിനാണ്. സംശയമുണ്ടോ? പറഞ്ഞത് തലതിരിഞ്ഞു പോയി. കൊണ്ടുപോയ സത്യമാണ്. ഈഷ്, തനിച്ചൊരു പെൺകുട്ടിക്ക് ഇത്രയും പേരുടെ സാധനങ്ങൾ എങ്ങനെ കൊള്ളയടിക്കാൻ പറ്റും? ഹിപ്നോട്ടൈസ് ചെയ്ത് ഒരു ലോക്കറ്റ് കാണിച്ച് ഹിപ്നോട്ടൈസ് ചെയ്യും. എന്നിട്ട് എല്ലാം കൊണ്ടുപോകും. അതെ, എന്നെയും കാണിച്ചു ആ ലോക്കറ്റ്. എന്നെയും കാണിച്ചു ഒരു ലോക്കറ്റ്. ഉറക്കമൊഴിച്ച് ലോകകപ്പ് കാണണം. ഇൻസ്പെക്ടർ പാണ്ഡ, അവളെ അറസ്റ്റ് ചെയ്യണം. അടികൈ. അത് നടക്കില്ല. ആ ലോക്കറ്റ് കാണിച്ച് ഇദ്ദേഹത്തിന് ഹിപ്നോട്ടൈസ് ചെയ്യും. അവളെ പിടിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്ത്?
നമ്മളിൽ ആരെങ്കിലും അവളുടെ ശ്രദ്ധ തിരിച്ച് ആ ലോക്കറ്റ് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. അതിനെന്തായാലും കന്നാ സാറാ ബെസ്റ്റ്. ഇദ്ദേഹത്തിന്റെ കവിത കേട്ടാൽ വിശ്വാമിത്രന്റെ തപസ് പോലും നശിക്കും. പിന്നെയാണോ ആ പെണ്ണിന്റെ ശ്രദ്ധ തിരിച്ചു മാറ്റാൻ പ്രയാസം? ലോകത്തിൽ കഥകളി ഫേമസ് ആണ്. ഞാൻ ഇതിനായി തയ്യാറാണ്. അടികൈ. ഒളിമ്പിക്സിൽ പോയി ഇന്ത്യ സ്വർണം നേടുന്നത് അസാധ്യമാണോ? ആ പെണ്ണ് ഇവിടെ തന്നെ കാണും. പാണ്ഡ, നിങ്ങൾ തയ്യാറാണോ? അടികൈ. ഈഷ്, നിങ്ങളുടെ കവിത ആ കൊള്ളക്കാരി പെണ്ണിനോട് പറഞ്ഞാ മതി, എന്നോട് പറയണ്ട, മനസ്സിലായോ? ഓ, പ്ലീസ് സിറ്റി വരെ എനിക്കൊരു ലിഫ്റ്റ് തരാമോ? സ്നേഹത്തോടെ സ്നേഹത്തോടെ. കുരയ്ക്കുന്ന ഡോഗി ഒരിക്കലും കടിക്കുകയുമില്ല. നിന്റെ ട്രിക്സ് ഒന്നും എന്റെ അടുത്ത് നടക്കുകയുമില്ല. അടികൈ. നീയോ? കണ്ടം പൂച്ച കണ്ണടച്ച് പായസം കുടിച്ചു. ഈ വേഷത്തിൽ വന്ന എന്നെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? ഈഷ്, കാരണം ഇതുപോലത്തെ കവിത ലോകത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരും പറയുകയില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. എന്റെ ലോക്കറ്റിന്റെ മായാജാലം. എല്ലാവരെയും ഞാൻ എന്റെ അടിമയാക്കി തീർക്കും. ഇനി ഒന്നും തന്നെ നിങ്ങളുടേതായിട്ട് ഉണ്ടാവുകയില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ എന്റെ വശത്താക്കും. സ്നേഹത്തോടെ സ്നേഹത്തോടെ. അത് ശരി, എന്നെ പിടിക്കാനുള്ള പ്ലാൻ ആയിരുന്നോ? സ്നേഹത്തോടെ സ്നേഹത്തോടെ. എന്റെ ലോക്കറ്റിന്റെ മായാജാലം. നിങ്ങളെ എല്ലാവരും ഞാൻ എന്റെ അടിമയാക്കി തീർക്കും. ഇനി ഒന്നും തന്നെ നിങ്ങളുടേതായിട്ട് ഉണ്ടാവുകയില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ എന്റെ അടിമയാക്കി തീർക്കും. സ്നേഹത്തോടെ സ്നേഹത്തോടെ. ഇനി നിങ്ങളെല്ലാവരും ഭ്രാന്തന്മാരായി തീരും. ഓരോരുത്തരും തമ്മിലടിക്കൂ, ഡാൻസ് കളിക്കൂ, കൊരങ്ങന്മാരെ പോലെ തലകുത്തി മറിയൂ. സ്നേഹത്തോടെ സ്നേഹത്തോടെ. ഈഷ്, നിന്നെ ഞങ്ങൾ പിടിച്ചു. അതത്ര എളുപ്പമല്ല. ഇവന്മാരെ എത്രയും പെട്ടെന്ന് ശരിപ്പെടുത്തു. എല്ലാവരെയും അടിക്ക്. എന്തോ റെഡിയാണ്. സംശയമുണ്ടോ? ഞാനിവിടെ ഉള്ളപ്പോൾ എന്റെ സുഹൃത്തുക്കളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എവിടെ പോയി? എവിടെ പോയി? നിങ്ങളൊന്നിച്ച് ഈ ഗ്യാങ്ങിനെ പിടിച്ചിരിക്കുകയാണ്. വിശന്ന് വലഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തി ഉരുട്ടിപ്പരത്തി. ഈ കുട്ടികൾ ഗുണ്ടകളെ ഇടിച്ചു നിർത്തി. അടികൈ. ദാ നോക്ക്, രക്ഷപ്പെടുന്നു. പിടിക്കവളെ. നിങ്ങൾ വരെ കെട്ടിയിടൂ, ഞങ്ങൾ ബനിയെ പോയി സഹായിക്കാം. നിക്കവിടെ, ഇങ്ങോട്ട് ഓടുന്നത്. രക്ഷപ്പെടാൻ നോക്കണ്ട, സറണ്ടർ ആവുന്നതാ നല്ലത്. പ്ലീസ് എന്നെ വിട്ടേക്ക്. സ്നേഹത്തോടെ സ്നേഹത്തോടെ. നീ ഒരു കുറ്റവാളിയാണ്. സബാഷ്, നിങ്ങളൊന്നിച്ച് ഈ ഗ്യാങ്ങിനെ തന്നെ പിടിച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്ക് പ്രൊമോഷൻ കിട്ടും. നീ ഉടൻ തന്നെ ഗണ്ണെടുക്ക്. കല്ലെടുത്തെറിഞ്ഞപ്പോൾ മാവിൽ നിന്ന് മാങ്ങ വീണു. സത്യം പറഞ്ഞു, ഈ ഗൺ ഒറിജിനൽ ആണോ? അടികൈ. ഇന്ന് നിങ്ങൾ എല്ലാവരെയും ഇയാൾ കൊല്ലാൻ പോവുകയാണ്.
അവനെ ഉന്നം പിടിച്ച് വെടിവെക്ക്. ഇനി നിങ്ങളെ ആർക്കും രക്ഷിക്കാനാവില്ല. വെക്ക് വെടി. എല്ലാവരും സുഹൃത്താ. വേഗം താഴെ ഇറങ്ങ്. ഇതാ നോക്ക്. ഇതെവിടെ പോയി? ഒന്ന് ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ നന്ദുവാണ് നമ്മളെ എല്ലാവരെയും രക്ഷിച്ചത്. ഇവരെന്താണ് ഈ ചെയ്യുന്നത്? ഞങ്ങൾ ആപത്തിൽ പെട്ടിരിക്കുന്നു എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായത്? എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാനിവിടെ ക്യാരറ്റ് അന്വേഷിച്ച് വന്നതാണ്. സംശയമുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ പാണ്ഡോട് തന്നെ ചോദിക്ക്. ഇൻസ്പെക്ടർ പാണ്ഡ, ഇവരെ അറസ്റ്റ് ചെയ്യൂ. താങ്ക് യു. നിങ്ങൾ കാരണമാണ് ഇവരെ എനിക്ക് പിടികൂടാൻ കഴിഞ്ഞത്. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വാക്കുകൾ ഉടക്കി. ഇന്നെന്തായാലും നന്ദു ഒരു കലക്ക് കലക്കി. അടികൈ. ഇൻസ്പെക്ടർ പാണ്ഡ, ക്യാരറ്റ് എവിടെയാ കിട്ടുക? ഇവനോട് ഇവിടുന്ന് പോകാൻ പറയൂ.